അവരുടെ ഭർത്താവ്, അത് നിങ്ങൾക്കറിയാം, ഭർത്താവ് ഒരു കേസിൽ പ്രതിയായി. ആ പ്രചരണം വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്, ലീഗ് നിന്റെ കൂടി വേണ്ട, UDF തോൽക്കുമെന്നുറപ്പായി. അപ്പോൾ പത്രക്കാരിങ്ങനെ നോക്കുകയാണ്, UDF തോൽക്കുമെന്ന് ഉറപ്പായി എന്ന് പറയുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു. എല്ലാ പെരുങ്കള്ളന്മാരോടും BJP പണം വാങ്ങിയിട്ടുണ്ട്. BJP വാങ്ങിയ പോലെ തന്നെ കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയില്ലേ? നമ്മളെ ലോട്ടറി രാജാവിനോടൊക്കെ 1300-ലധികം കോടിയാണ് വാങ്ങിയ. കോൺഗ്രസും വാങ്ങി, BJPയും വാങ്ങി. ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പറയുന്നില്ല. കള്ളപ്പണക്കാർ, കള്ളക്കടത്തുകാർ, സ്വർണ്ണക്കാർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഓരോന്നോരോന്ന് വിശദീകരിച്ച് പരിശോധിച്ച് നോക്കി ഇവരെല്ലാം ഉണ്ട്. അതിലും അത്ഭുതകരമായൊരു കാര്യം, രാജ്യം തന്നെ ഞെട്ടിപ്പോയത്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിനൊക്കെ നിങ്ങൾക്കറിയാം, സ്ത്രീ, അവരുടെ ഭർത്താവ്, അത് നിങ്ങൾക്കറിയാം, ഭർത്താവ് ഒരു കേസിൽ പ്രതിയായി. ഏതാ കേസ്? റിയൽ എസ്റ്റേറ്റ് കേസാണ്. റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കേസ് വന്നാൽ ED വരും. ED വന്നു. ED ഒരു ഗുണ്ടാപിരിവ് പോലെയാണ്. നമ്മുടെ നാട്ടിൽ ഗുണ്ടയില്ലേ, ഗുണ്ട പോയി ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് ഇത്ര തന്നോളെന്ന് പറയുക. അതാണ് ഈ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പണി. അതാണ്. അവിടെ പോയി പേടിപ്പിച്ചു. അപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? കോൺഗ്രസ് ആണെന്ന് കാണണം, മറുഭാഗത്ത് BJP ആണെന്ന് കാണണം. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 170 കോടി ഉറുപ്പികയാണ് ഇലക്ഷൻ ഫണ്ടിൽ കൊടുത്തത്. ആ 170 കോടി ഉറുപ്പികയും വാങ്ങിയത് BJP ആണ്. കൊടുക്കാനും ഉളുപ്പില്ല, വാങ്ങാനും ഉളുപ്പില്ല. രണ്ട് പാർട്ടി അത്രേ. ഇങ്ങനെ ആയിരക്കണക്കിന് കോടി ഉറുപ്പിക ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരോട് വാങ്ങിയിട്ടാണ് 9000-അടുത്ത് കോടി ഉറുപ്പിക BJPക്കും 2000-ഓളം കോടി ഉറുപ്പിക കോൺഗ്രസിനും കിട്ടി, മറ്റു ചില പാർട്ടിക്കും കിട്ടി. ഞങ്ങളത് വാങ്ങുന്നില്ല തീരുമാനിച്ചു. അപ്പോൾ എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയാ, നിങ്ങൾ ഈ BJPയും കോൺഗ്രസും വൻകിട മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവരുടെ ചെലവിലാണ് നിങ്ങളുടെ പ്രവർത്തനം. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആരെ ചെലവിൽ പ്രവർത്തിക്കണം പറഞ്ഞു? ഞങ്ങൾ ആരെ ചെലവിൽ പ്രവർത്തിക്കണം? അത് വളരെ ലളിതല്ലേ ഉത്തരം. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെങ്കിൽ ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. മൗലികമായ വ്യത്യാസമാണത്. കുത്തക മുതലാളിമാരുടെ ചെലവിൽ കുത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസും BJPയും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIയും CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം വ്യക്തമാണ്, വ്യത്യാസമുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നത്തിലും ശരിയായ വ്യത്യാസം എന്താണ് എന്ന് രാജ്യം കണ്ടിട്ടുണ്ട്. രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കാനൊരു നയം വേണം, കൃത്യമായിട്ടുള്ള ദിശാബോധം വേണം. കോൺഗ്രസിൻ്റെ കേന്ദ്ര വക്താവ് രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സിന് ദിശാബോധമില്ല. വളരെ ശരി. കോൺഗ്രസ്സിന് ദിശാബോധവും ഇല്ല, അതിനൊരു നേതൃത്വവും ഇല്ല. ആരാ നേതാവ്? രാഹുൽ ഗാന്ധി ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇന്നലെ വന്നു. ഇന്നലെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൊടിയില്ല. കോൺഗ്രസിൻ്റെ കൊടിയില്ല എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ടെന്ന് വെച്ച് എന്തൊരു ദുര്യോഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്. കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ലീഗിൻ്റെ മാത്രം കൊടി ഉപേക്ഷിക്കുന്നു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ലീഗിൻ്റെ കൊടിയുമില്ല, കോൺഗ്രസിൻ്റെ കൊടിയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി കണ്ടപ്പോൾ BJPക്കാർ ഉത്തരേന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിച്ചത് എന്താ അറിയോ? പാകിസ്ഥാൻ്റെ കൊടി എന്നാണ്. ലീഗിൻ്റെ കൊടി കണ്ടിട്ട് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് BJPക്കാർ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു. ആ പ്രചരണം വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്, ലീഗ് നിന്റെ കൊടി വേണ്ട. അപ്പോൾ ലീഗ് അമർഷത്തിലായി. ഇപ്രാവശ്യം മുൻകൂട്ടി അവർ തീരുമാനിച്ചു, ലീഗിൻ്റെ കൊടിയും വേണ്ട, കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട. എന്നിട്ടോ ആകെ ബലൂണാണ് ആകെ അടയാളം.
പിന്നെയോ പ്ലക്കാർഡ്. അവിടെ സംസാരിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? പറഞ്ഞില്ല. ഞാനിപ്പോഴും മലപ്പുറത്താണ് വരുന്നത്. അവിടെ ഞാൻ താമസിച്ച് തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, UDF തോൽക്കും എന്നുറപ്പായി. അപ്പോൾ പത്രക്കാരിങ്ങനെ നോക്കുകയാണ്. UDF തോൽക്കുമെന്ന് ഉറപ്പായി എന്ന് പറയുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, UDFന് മാത്രം ജയിക്കാനാവില്ല എന്ന ഉറപ്പോടെ UDF SDPIയുമായി സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. SDPIയുമായിട്ട് സഖ്യം ചെയ്താണ് ലീഗ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ലീഗ് പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് എൻ്റെ സുഹൃത്തു കൂടിയായ MK മുനീർ. നിങ്ങളെന്താ ഇപ്പോൾ പറയുക? ലീഗ് നേതൃത്വം എന്താണ് പറയുക? SDPIയുടെ പിന്തുണയോടുകൂടിയാണെങ്കിൽ പിന്നെ ലീഗ് വേണ്ട എന്ന് പറഞ്ഞവരാ. ഷാഫി പറമ്പിലും ഇതേപോലെ തന്നെ പറഞ്ഞാണ്. VD സതീശനും പറഞ്ഞാണ് ഇതൊന്നും അനുവദിക്കുന്ന കാര്യമല്ല എന്ന്. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ, ഇന്നലെ TV കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇത് കോൺഗ്രസിനുള്ളൊരു അംഗീകാരമാണ്. മനസ്സിലായില്ലേ? സുധാകരൻ ഇന്നത്തെ പത്രത്തിലതാ വായിച്ചു നോക്കും. ഇത് കോൺഗ്രസിനുള്ള ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇവരെല്ലാം തന്നെയാണ്. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവുമായിട്ട് ചർച്ച ചെയ്തു. എന്നിട്ട് അവർ തമ്മിൽ ധാരണയുണ്ടാക്കി, ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം ആരോടും പറയേണ്ട, രഹസ്യമാണ്. മുമ്പൊരു പ്രാവശ്യം ചർച്ച ചെയ്തത് ആരോടും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് വെളിപ്പെടുത്തി. ചർച്ച ചെയ്യാൻ പോയ ആൾ തന്നെ SDPIക്കാരൻ വെളിപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു ഇവരെല്ലാം വന്ന് ചർച്ച ചെയ്തിരുന്നു UDFകാർ. ഇപ്പോഴും സംശയമില്ല, വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും നിങ്ങളെ പരിഗണിക്കാം എന്ന കൃത്യമായ കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് SDPIയുടെ വോട്ട് വാങ്ങാൻ UDF തീരുമാനിച്ചത്. പക്ഷേ ഇത് നിങ്ങളുടെ അവസാനമായിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ BJPയുമായിട്ട് ഒരു ഭാഗത്ത് കൂട്ട്, മറുഭാഗത്ത് SDPIയുമായിട്ട് കൂട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ വർഗീയ ചണ്ടി ഭണ്ഡാരങ്ങളെയും കൂട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾ ജയിക്കുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം കാണാൻ പോവുകയാണ്. ആ ചിത്രം വളരെ വ്യക്തതയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കാവും. അവരാ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെൻറ്റിന് എതിരായ ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്ന് സഞ്ജയ് സിംഗ് ഇന്നലെ ജയിൽ മോചിതനായി. EDയുടെ 6 മാസമായിട്ട് ജയിലിൽ കിടക്കുകയായിരുന്നു കള്ളക്കേസിൻ്റെ ഭാഗമായിട്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു, പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം എതിരായി ED കുറ്റം ചുമത്തി കള്ളക്കേസെടുക്കാൻ പോവാണ്. കേരളത്തിലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഇതേ രീതിയിലുള്ള കേസെടുക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം ഡൽഹിയിൽ ഇന്നലെ സ്വീകരണ യോഗത്തിൽ പറയുന്ന നിലയുണ്ടായി. പക്ഷെ ഇവിടെ EDയെയും കൊണ്ടുവന്നാൽ ആ EDയെ ഭയപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമല്ല ഈ കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഓല പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കാൻ നടക്കണ്ട. സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. പ്രചരണത്തിന് വേണ്ടി മനോരമയും മാതൃഭൂമിയും മാധ്യമങ്ങളും ചേർന്ന് ഈ ബൂർഷ്വാ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് BJPയോടൊപ്പം ചേർന്ന് EDയോടൊപ്പം ചേർന്ന് അതുപോലെ തന്നെ CBIയോടൊപ്പം ചേർന്ന് ഇൻകം ടാക്സിൻ്റെ വിഭാഗവുമായി ചേർന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പാപ്പരാക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളത് ഞങ്ങളുടെ ഗ്യാരണ്ടിയല്ല, ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ്.